പൊളിറ്റിക്കൽ എക്സാം ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന 5 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ നിങ്ങൾ തോൽക്കൂല. കാരണം ഈ 5 ചോദ്യം വരും, 5 ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം. അതായത് ഒന്നും പഠിക്കാത്ത കുട്ടി ഈ 5 ചോദ്യം പഠിച്ചാൽ തോൽക്കൂല, അതെൻ്റെ ഉറപ്പാണ്. ഓക്കെ, പിടിച്ചോ. ആദ്യ ചോദ്യം ഇതാണ്: ബൈ ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ദ കോൺഗ്രസ് വാസ് ട്രാൻസ്ഫർഡ് ഇൻ ടു എ റെയിൻബോ ലൈക്ക് ക്യാരക്ടർ ഫ്രം ദ അബോവ് സ്റ്റേറ്റ്മെന്റ്. അനലൈസ് ഹൗ കോൺഗ്രസ് ഫംഗ്ഷൻ ലൈക്ക് എ സോഷ്യൽ ആൻഡ് ഐഡിയോളജിക്കൽ കൊളീഷൻ. സ്വതന്ത്ര സമയത്ത് കോൺഗ്രസ് ഒരു മഴവില്ല് പോലെ കാണപ്പെട്ടു. മഴവില്ലിന്റെ പ്രത്യേകത 7 വർണ്ണങ്ങളാണ് അല്ലെ. 7 വർണ്ണങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് കോൺഗ്രസ് കാണപ്പെട്ടത് അല്ലെ. എന്താണ് കോൺഗ്രസിനെ അതിന് സഹായിച്ച ആ ഒരു ഘടകത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 2 കാര്യമാണ് കോൺഗ്രസിനെ ആ രീതിയിലേക്ക് മാറ്റിയത്: കോൺഗ്രസിന്റെ ഐഡിയോളജിക്കൽ കൊളീഷൻ, കോൺഗ്രസിന്റെ സോഷ്യൽ കൊളീഷൻ. എന്താണ് ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. നമ്പർ 1, എന്താണ് സോഷ്യൽ കൊളീഷൻ? ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് പെസൻസ്, വില്ലേജ് വർക്കേഴ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് പീപ്പിൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും, കർഷകരായിക്കോട്ടെ, ഗ്രാമീണരായിക്കോട്ടെ, തൊഴിലാളികളായിക്കോട്ടെ, ഇനി വലിയ പൈസക്കാരായിക്കോട്ടെ, പണക്കാരായിക്കോട്ടെ, ഈ വിഭാഗം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു ആരാ? കോൺഗ്രസ്. അത് വലിയൊരു കോൺഗ്രസിന് ഒരു പോസിറ്റീവ് വശമായി മാറിയിട്ട് അതുകൊണ്ട് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കുമായിരുന്നു. രണ്ടാമത് ഐഡിയോളജിക്കൽ കൊളീഷൻ ആണ്. നോക്കി നിങ്ങൾ, ഇറ്റ് കുഡ് അക്കോമഡേറ്റ് ദ ഐഡിയോളജി ഓഫ് മോഡറേറ്റ് എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ്. പ്രത്യയശാസ്ത്ര സഖ്യത്തിന്റെ ഭാഗമായിട്ട് അതിന് മിതവാദികളെയും തീവ്രവാദികളെയും ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. മാത്രമല്ല വലതുപക്ഷത്തിനെയും ഇടതുപക്ഷത്തെയും, അതായത് സൊസൈറ്റിയിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ അതിന് സാധിക്കും. അവരെ സമന്വയത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിലെ എല്ലാ വിഭാഗം ആളുകളെയും എവിടെ കാണാൻ വേണ്ടി സാധിച്ചത്? കോൺഗ്രസിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ: വാട്ട് ആർ ദ മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ബിഫോർ ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്? വൈ വി അഡോപ്റ്റ് മിക്സ്ഡ് എക്കോണമി? സ്വതന്ത്ര സമയത്ത് ഇന്ത്യക്ക് മുമ്പാകെയുള്ള വികസന മാതൃകകൾ ഏതെല്ലാമായിരുന്നു? എന്തുകൊണ്ടാണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത്? വളരെ സിമ്പിളായ ചോദ്യമാണ്, പക്ഷേ പരീക്ഷ ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കറിയാം 2 എക്കോണമിയാണ് ഇന്ത്യയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്ന് മിക്സ്ഡ്, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിരുന്നു, രണ്ടാമത് സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരുന്നു അല്ലേ. എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക ആരാ? കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷൻ ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ, ഉൽപാദനവും വിതരണവും ചെയ്യുന്ന ആരാണ്? സ്വകാര്യ വ്യക്തികളാണ്. അവരാണ് അവിടെ വില നിർണ്ണയിക്കുന്നതും സാധനങ്ങളെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സ്വകാര്യ വ്യക്തികളാണ്. എന്നാൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഗവൺമെന്റ് ആണ്, രാഷ്ട്രമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക അല്ലേ. അപ്പോൾ അതാണ് 2ന്റെയും വ്യത്യാസം. പക്ഷെ നമ്മൾ ഇത് രണ്ടും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. നമ്മൾ ഏതെടുത്തത്? മിക്സ്ഡ് എക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ ചൂസ് ചെയ്യുക. കാരണം എന്താ? കാരണം നമുക്ക് സ്വകാര്യ വ്യക്തികളെയും നമുക്ക് അവിടെ ആവശ്യമുണ്ട്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടൽ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. കാരണം സ്വകാര്യ വ്യക്തികളെ പിണക്കി കഴിഞ്ഞാൽ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റൊക്കെ എല്ലാം കൂടി ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഗവൺമെന്റ് അതിൽ ഇടപെട്ടില്ലെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കുക, സ്വകാര്യ വ്യക്തികൾ മാത്രം അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ പണക്കാരും പാവപ്പെട്ടവരും നമ്മൾ അന്തരം കൂടും, ഇന്നീക്വാളിറ്റീസ് കൂടും അല്ലേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സ്ഡ് എക്കോണമി നമ്മൾ സെലക്ട് ചെയ്തു. എക്സാമിന് ചോദിക്കും, കൃത്യമായി എഴുതി വെക്കുക, പഠിച്ചു വെക്കുക. റെഡി? അടുത്ത ചോദ്യം: റൈറ്റ് ദ പ്രോഗ്രാം വിച്ച് അഡോപ്റ്റ് ഇന്ത്യ ടു റിസോൾവ് ദ ഫുഡ് ക്രൈസിസ് ഓഫ് 1960. 1960 ഭക്ഷ്യ ക്ഷാമം ഒഴിവാക്കാനായിട്ട്, ക്രൈസിസ് ഒഴിവാക്കാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാം ഏതാണ്? അതിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ചെയ്താണ് വേണ്ടി പറഞ്ഞത്. 1960 ഭക്ഷ്യക്ഷാമം എന്നൊക്കെ കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരും. ഏതാണ്? അത് ഗ്ലോബൽ നമ്മുടെ ഗ്രീൻ റവല്യൂഷനാണ്, ഹരിത വിപ്ലവം അല്ലേ. In 1960, the government of India adopted a new strategy for agriculture in order to ensure food sufficiency. എന്താണ് ഫുഡ് സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? എന്താ? ഭക്ഷ്യപര്യാപ്തത. നമുക്ക് വേണ്ട ഭക്ഷണം കൃത്യം, അല്ലെങ്കിൽ നമുക്കന്ന് ഫുഡ് ക്രൈസിസ് വരിക, അതായത് കൃഷിക്കുന്ന വലിയൊരു പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു സമയം. അന്ന് ഗവൺമെന്റ് എന്ത് ചെയ്തു? മോഡേൺ ഫാമിങ്ങിലൂടെ. എന്താ മോഡേൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? HYV സീഡ്സ് ഉപയോഗിച്ചു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പെസ്റ്റിസൈഡ്സ് എന്നൊക്കെ എന്താ? കീടനാശിനികൾ, അതുപോലെ തന്നെ രാസവളങ്ങൾ, അതുപോലെ തന്നെ അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ, ജലസേചന സൗകര്യങ്ങൾ, ഇതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് തയ്യാറാക്കിയതാ? നമ്മൾ ആ വലിയ രീതിയിലുള്ള ഒരു ഫാമിംഗ് സംവിധാനം നമ്മൾ പോയി അതിൻ്റെ ഭാഗമായി നല്ല പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ആവശ്യത്തിനുള്ള ഭക്ഷ്യോൽപാദനമൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അതിനെ വിളിക്കുന്നവരാണ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം. ആരാണ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ? ആരാണ്? MS സ്വാമിനാഥനാണ്. ഈ പേര് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. 2 ഗുണങ്ങളും 2 ദോഷങ്ങളും എഴുതിയാൽ മതി. ഒന്നാമത് ഇൻക്രീസ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട്. നമുക്ക് എന്ത് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു? നമ്മുടെ അഗ്രികൾച്ചറിൻ്റെ ഔട്ട്പുട്ട് കൃത്യമായ രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചു. പോവർട്ടി അലിവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ എൻവിയോൺമെന്റ് ഇമ്പാക്റ്റും ഇൻഇക്വാളിറ്റിയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ പറയാനുള്ളത്. എൻവിയോൺമെന്റ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്, അതുപോലെ രാസവളങ്ങൾ, കീടനാശിനി, ഇതൊക്കെ പ്രകൃതിയെ, മണ്ണിനെ വളരെ ദോഷകരമായി ബാധിച്ചു. അതുപോലെ തന്നെ ഇൻഇക്വാളിറ്റി, കാരണം ഇത് എല്ലാ മേഖലയും
മേഖലയിലേക്ക് എത്തിയില്ല. നമ്മുടെ ഉത്തർപ്രദേശിൽ നോക്കി നിങ്ങൾ ഹരിത വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കൾ ഇടത്തരം വലിപ്പമുള്ള ഭൂമിയുടെ ഉടമകളായിരുന്നു. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് മുതലായ കാർഷിക പ്രദേശങ്ങളുടെ അഭിവൃദ്ധിക്കും വഴിതെളിച്ചെങ്കിലും മറ്റു പ്രദേശങ്ങൾ ഇപ്പോഴും പിന്നോക്കാവസ്ഥ തുടർന്നു പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ എത്തിയുള്ളൂ. അതുകൊണ്ട് ഭൂമി ഉടമസ്ഥരെ ഭൂമി കൈവശമുള്ള ആളുകളും കൈവശമില്ലാത്ത ആളുകളും തമ്മിലുള്ള അന്തരം വീണ്ടും എന്ത് ചെയ്തു, കൂടുന്നൊരവസ്ഥയിലേക്ക് ഇത് വന്നു. പഠിച്ചു വെക്കുക. ഇനി വാട്ട് ആർ ദ മേജർ ട്രസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാൻ ആൻഡ് ഹൗ സെക്കൻഡ് ഈസ് ഡിഫർ ഫ്രം ഫസ്റ്റ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സരം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാറുണ്ട്. നമ്പർ 1 എന്താണ്? ഇത് 1951-56 കാലഘട്ടത്തിലാണ് നടന്നത് അല്ലേ? ഏത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് KN രാജാണ് അല്ലേ. ഇവിടെ 56 മുതൽ 61 വരെയാണ് PC മഹാലാനോബിസ് ആണ് തയ്യാറാക്കിയത്. ഇത് അഗ്രികൾച്ചർ പ്ലാൻ അല്ലെങ്കിൽ എന്താ കാർഷിക പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടും. കാരണം എന്താ, നമ്മൾ കാർഷിക മേഖലക്കാണ് ഊന്നൽ നൽകിയത്. ഇത് ഇൻഡസ്ട്രിയൽ പ്ലാൻ, വ്യവസായ പ്ലാൻ അറിയപ്പെടുന്നത് അല്ലേ. ഇൻഡസ്ട്രിയൽ പ്ലാൻ കാരണം എന്താണ്, ഈ നമ്മൾ ഹെവി ഇൻഡസ്ട്രീസ് വലിയ വ്യവസായ മേഖലക്കാണ് നമ്മൾ പ്രാധാന്യം നൽകിയത് അല്ലേ. ഇതിന്റെ ഒരു മുദ്രാവാക്യം നല്ല ഹേസ്റ്റ് ആൻഡ് സ്ലോലി എന്താണ്, പതുക്കെ മുന്നേറുക എന്നായിരുന്നു. എന്നാൽ ഇത് ത്വരഗതിയുള്ള മുന്നേറ്റമായിരുന്നു, റാപ്പിഡ് ഗ്രോത്ത് ആയിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. എക്സാമിന് ചോദിക്കുന്ന 2 കാര്യങ്ങളാണ്, എക്സാമിന് നിർബന്ധമായും ചോദിക്കും, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം പിടിച്ചോ. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസ് ദാറ്റ് ലെഡ് ദ ബംഗ്ലാദേശ് വാർ ഓഫ് 1971. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് കാരണമായ സാഹചര്യങ്ങൾ എഴുതുക. ഇത് വളരെ പ്രധാനപ്പെട്ട ബംഗ്ലാദേശ് വാർ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് വാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബംഗ്ലാദേശ് എന്നൊരു രാജ്യം പാകിസ്ഥാനാണ്. നിങ്ങൾ ഈ ഒരു മാപ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനാക്കി മാറ്റിയ സമയത്ത് നമ്മൾ പറഞ്ഞ കൃത്യമായി ഇന്ത്യയെ മുറിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ലേ. അങ്ങനെ ഇന്ത്യയുടെ 2 തലക്കൾ നമ്മൾ എന്ത് കൊടുത്തത്, പാകിസ്ഥാൻ കൊടുത്ത്. എന്നേതാ, ഒന്ന് ഇവിടെ കൊടുത്തില്ല, ഇതിന് നമ്മൾ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിച്ചു. ഇവിടെ നമ്മൾ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെ. ഏതൊക്കെയാണ്? ഇത് വെസ്റ്റ് പാകിസ്ഥാൻ, ഇത് ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെ. ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു ശരിക്കും നമ്മൾ പറഞ്ഞ ബംഗ്ലാദേശായി മാറിയത് അല്ലെ. കാരണം ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെ വെസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾ എപ്പോഴും ഒരു 2-കിട പൗരന്മാരായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെ നമുക്കറിയാം പാകിസ്ഥാൻ അങ്ങനെ ഇലക്ഷൻ നടക്കാറില്ല, എപ്പോഴും ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ. അങ്ങനെ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ 1970 പാകിസ്ഥാനിൽ ആദ്യമായിട്ട് ഒരു എന്ത് നടന്നത് അല്ലേ, ഒരു ജനറൽ ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷനെ സംബന്ധിച്ചത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ലെഡ് ബൈ സുൽഫിക്കർ അലി ഭൂട്ടോ എമർജ് ആസ് എ ന്യൂ വിന്നർ ഇൻ വെസ്റ്റ് പാകിസ്ഥാൻ. എന്നാൽ ഇവിടെ വെസ്റ്റ് പാകിസ്ഥാനിൽ നമ്മൾ കാണപ്പെടുന്ന വെസ്റ്റ് പാകിസ്ഥാനിൽ ആരാ ജയിച്ചത്? സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള ഏതാണ് പീപ്പിൾസ് പാർട്ടി അല്ലെ. എന്നാൽ ഈസ്റ്റ് പാകിസ്ഥാൻ ജയിച്ചാരാ? ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി ലീഗാണ് വിജയിച്ചത്. അവാമി ലീഗ് വിജയിച്ചു. ആരെ പരാജയപ്പെടുത്തിയിട്ട്? പീപ്പിൾസ് പാർട്ടിയെ പരാജയപ്പെടുത്തി അവാമി ലീഗ് വിജയിച്ചു. എന്നാൽ ആരത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവാമി ലീഗ് ഗോട്ട് സിമ്പിൾ മെജോറിറ്റി ഇൻ ദ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചു. ദ പാകിസ്ഥാൻ റൂളേഴ്സ് വർ നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ ഇലക്ഷൻ വോട്ട്. എന്നാൽ പാകിസ്ഥാനിലെ ലീഡേഴ്സ് ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവരവിടെ ഭരിക്കണം, ഞങ്ങൾ ഭരിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ലീഡേഴ്സിന് എന്ത് ചെയ്തു? അവാമി ലീഗിന്റെ നേതാവായിട്ടുള്ള മുജീബ് റഹ്മാൻ ഉൾപ്പെടെയുള്ള ആളുകളെ എന്ത് ചെയ്തു? അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാൻകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അങ്ങനെ ബംഗ്ലാദേശിൽ ഒരു ഭീകരവാഴ്ച നടത്തി. അതിനെതിരെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം നേരിടുന്നത് ഇന്ത്യ ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷൻ നടത്തിയിരുന്നു. കാരണം നിങ്ങൾ കാരണം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബോർഡറിലല്ലേ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് മൈഗ്രേഷൻ നടത്തി. ആ മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം 80 ലക്ഷത്തോളം വരുന്ന ആളുകൾ അല്ലേ, 80 ലക്ഷത്തോളം വരുന്ന ആളുകൾ എവിടേക്ക്? ഇന്ത്യയിലേക്ക് കുടിയേറി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യ എക്സ്റ്റെൻഡ് മോറൽ ആൻഡ് മെറ്റീരിയൽ സപ്പോർട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾസ് ഇൻ ബംഗ്ലാദേശ്. എന്നാൽ ബംഗ്ലാദേശിലെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനെങ്കിൽ ബംഗ്ലാദേശിലെ പാകിസ്ഥാനെതിരെയുള്ള ബംഗ്ലാദേശി ജനങ്ങളുടെ സമരത്തിന് പിന്തുണ ആര് പ്രഖ്യാപിക്കുകയാണ്? ഇന്ത്യ പ്രഖ്യാപിക്കുക. ആ സമയത്ത് പാകിസ്ഥാൻ ആരെ സപ്പോർട്ട് നേടി? അമേരിക്കയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും സപ്പോർട്ട് പാകിസ്ഥാൻ നേടി. അപ്പോൾ ഇന്ത്യ എന്ത് വിചാരിച്ചു? നേരെ അങ്ങോട്ട് പോയി USSRലേക്ക് പോയി. ഇന്ദിരാഗാന്ധി USSRലെ പ്രസിഡന്റിനെ കണ്ടു അല്ലെ. ഇൻ ഓർഡർ ടു കൗണ്ടർ ദ US പാകിസ്ഥാൻ ചൈന ആക്സിസ്, ഇന്ത്യ സൈൻ 20 years ട്രീറ്റി ഓഫ് പീസ് ഇൻ ഫ്രണ്ട്ഷിപ്പ് വിത്ത് സോവിയറ്റ് യൂണിയൻ ഇൻ ഓഗസ്റ്റ് 1971. 1971 ഓഗസ്റ്റിൽ നമ്മുടെ USSRയുമായി 20 വർഷത്തെ ഒരു സൗഹൃദ കരാർ ആര് സൈൻ ചെയ്യാണ്? നമ്മുടെ ഇന്ത്യ സൈൻ ചെയ്തു. അങ്ങനെ നമ്മളും സോവിയറ്റ് യൂണിയൻ ടീമായി അവസാനം 1971 ഡിസംബർ മാസം അവർക്കിടയിൽ ഒരു കമ്പിളി യുദ്ധം ആരംഭിക്കുക അല്ലെ. വിത്തിൻ 1 വീക്ക്, ഒരൊറ്റ ആഴ്ച കൊണ്ട് നമ്മളെ മുഴുവൻ സൈന്യത്തെയും, നമ്മളെ എയർഫോഴ്സിനെയും നേവിയെയും ആർമിയെയും ഒക്കെ നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സപ്പോർട്ടും കൂടി നമുക്ക് കിട്ടിയപ്പോൾ അവസാനം എന്ത് ചെയ്തു? നമ്മൾ 10 ദിവസത്തിനുള്ളിൽ 90,000-ഓളം വരുന്ന പാകിസ്ഥാൻ സൈനികരെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പിടികൂടി. അങ്ങനെ അവസാനം ബംഗ്ലാദേശ് എന്ത് ചെയ്തു? ഇന്ത്യ തന്നെ സ്വയം സീസ് ഫയർ അല്ലെങ്കിൽ കേസ് നമ്മൾ എന്ത് ചെയ്തു? സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവസാനം ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു പുതിയ രാജ്യം നിലകൾ വരികയാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ, ഈ ഇവൻസ് ആണ് നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത്. അവസാനം ഈ യുദ്ധം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അത് 1972 ഷിംല കരാറിലാണ്. ജൂലൈ 3 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച ഏത് കരാറാണ്? നമ്മൾ ഈ പറയപ്പെടുന്ന ഷിംല കരാറിൽ അതെന്തിയാണ്? സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. സോ ദിസ് ഈസ് ഓൾ
അബൌട്ട് ദിസ് ചാപ്റ്റർ ദിസ് സെഷൻ. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തോൽക്കൂല. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അവനൊന്നും പഠിച്ച് കാണില്ല, അവനതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. നേരെ വീഡിയോ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒന്ന് അവൻ അയച്ചു കൊടുക്കുക, എന്തെങ്കിലും 2 അക്ഷരം പഠിച്ചോട്ടെ നിങ്ങൾ അവനോടൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നിഹാൽ സർ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട്, എജു എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നന്നായി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.